EVM എന്ന ഉപകരണത്തെ പോലും സംശയത്തോടെയാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് EVM. പെട്ടെന്ന് വോട്ടെടുപ്പ് നടത്താനായി ഒരുക്കിയ സംവിധാനം. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ബാലറ്റിന് പകരം ഇലക്ട്രോണിക് മെമ്മറി ചിപ്പിൽ വോട്ട് വിവരങ്ങൾ സൂക്ഷിക്കുന്നു. 1998 ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. EVM ക്രമക്കേടുകളിലെ കുറിച്ചുള്ള ആരോപണങ്ങൾ തുടർച്ചയായി ഉയരുന്നുണ്ട്. EVMൽ കൃത്രിമത്വം നടത്താൻ സാധിക്കുമോ? കഴിയില്ലെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ട്. ഏറ്റവും ഒടുവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും EVM ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നു. പ്രധാനമായും പശ്ചിമ ബംഗാളിൽ. ബംഗാളിൽ BJP അട്ടിമറി വിജയമാണ് സ്വന്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുണ്ടായതായി TMC ആരോപിച്ചു. EVMൽ കൃത്രിമം നടക്കാൻ സാധ്യതയില്ലെന്നും അത് മാറ്റി സ്ഥാപിക്കാനാണ് സാധ്യതയെന്നും തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്നാരോപിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്ന് പോലും മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുഴുവൻ ദിവസങ്ങളിലെയും ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും TMC ആവശ്യപ്പെട്ടു. വോട്ടെടുപ്പിന് ഉപയോഗിച്ച EVMകൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പരിശോധിച്ചപ്പോൾ അവയുടെ സീരിയൽ നമ്പറുകൾ ഫോം 17C രേഖകളുമായി ഒത്തുപോകുന്നില്ലെന്നും TMC നേതാക്കൾ ആരോപിച്ചു. 12 മണിക്കൂർ മെഷീനുകൾ ഉപയോഗിച്ചു. എന്നാൽ 90% മെഷീനുകളിലും 92 മുതൽ 95% ചാർജ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സാധ്യമാക്കുമെന്നും DMC നേതാക്കൾ ചോദിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ഏജന്റുമാരെ നിർബന്ധിച്ച് പുറത്താക്കിയെന്നും TMC ആരോപിച്ചു. പശ്ചിമ ബംഗാളിൽ 207 സീറ്റോടെ BJP അധികാരം പിടിച്ചിരുന്നു. നിലവിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലേക്ക് ഒതുങ്ങി. മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം തോൽവിയറിഞ്ഞു. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങളുമായി തൃണമൂൽ രംഗത്തെത്തിയത്. EVM ക്രമക്കേട് വീണ്ടും വാർത്തകളിൽ നിറയുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടെ ഒരു IT പ്രൊഫഷണൽ നടത്തിയ പരാമർശങ്ങളാണ് വലിയ ചർച്ചയായത്. കോക്രോച്ച് ജനതാ പാർട്ടി അനുഭാവിയായ IT പ്രൊഫഷണലാണ് EVMൽ കൃത്രിമത്വം കാണിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടത്. 3 സിന്റാക്സ് എറർ കോഡുകൾ മാറ്റി പൈത്തൺ ഫുൾ സ്റ്റാക്ക് കോഡിംഗ് ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകൾ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് IT പ്രൊഫഷണൽ പറഞ്ഞത്. എന്നാൽ IT പ്രൊഫഷണലിന്റെ അവകാശവാദത്തിനെ പരിഹസിച്ച് സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ രംഗത്ത് വന്നു. കോക്രോച്ച് ജനതാ പാർട്ടി അനുഭാവിയുടെ അവകാശവാദത്തിൽ നിരവധി കുഴപ്പങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ പറഞ്ഞത്. ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും EVMനെതിരെയുള്ള സംശയങ്ങൾ പൂർണ്ണമായും മാറുന്നില്ല.